ഞാനും ചെക്കന്മാരൊക്കെ പുറത്തേക്കാണ്ട് ഇറങ്ങിയപ്പോൾ സർപ്പയിൽ നല്ല കരിമ്പ് ജ്യൂസ് കണ്ട്. കരിമ്പ് ജ്യൂസ് പറഞ്ഞാൽ നമ്മൾ കുൾബാറിൽ കയറി കുടിച്ചാൽ നമുക്ക് അത്ര ടേസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ കരിമ്പ് ജ്യൂസിനായിട്ടുള്ള കട ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആണ്. ഇന്ത്യക്കാരെ കട എന്ന് പറയുമ്പോണ്ടല്ലോ. അങ്ങനെ ഏതായാലും നമ്മൾ ബംഗ്ലാദേശാരനാണെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് സാധനം കണ്ടെടുത്ത് തിന്നാനുള്ള പരിപാടിയാണ് ഈ കാട്ടിക്കൊടുക്കുന്നത്. അങ്ങനെ ഇവരൊരു പ്രത്യേക ഒരു കേക്ക് ഉണ്ട്. ഈ കേക്ക് ഭയങ്കര രസമാട്ടോ. മുട്ടൊക്കെ കൂട്ടിയിട്ട് മൈസൂർ പാക്കറ്റ് ഒരു ടച്ചുള്ള സാധനമാണ്. പക്ഷേ മൈസൂർ പാക്കറ്റ് യാതൊരു ബന്ധവുമില്ല, അത് വേറെ കാര്യം. അങ്ങനെ ഏതായാലും മൂപ്പരാക്കെ നല്ല കരിമ്പൊക്കെ എടുത്ത് തുടച്ച് നന്നാക്കി നല്ല വൃത്തിയാക്കിയിട്ട് നേരെ കുത്തി കയറ്റിട്ടുണ്ട്. കുത്തി കയറ്റി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ആ മെഷീൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ വളഞ്ഞും തിരിഞ്ഞൊക്കെ ഒരുപാട് വന്നിട്ടേ ആ ഡീക്കാണ് സാധനം എത്തും. ആ സാധനം എത്തി കഴിഞ്ഞാൽ നാരങ്ങ കൂടെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഫീലാന്ന് പറഞ്ഞില്ലേ. അങ്ങനെ നാരങ്ങ അതിൻ്റെ ഇടയിലും കൂടെ ലെമൺ വേണമെന്ന് ആദ്യം ചോദിക്കണം. അപ്പം നമ്മൾ ആയിക്കോട്ടെ എന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ ഇടയ്ക്ക് ഇവിടെ കരിമ്പ് ജ്യൂസ് നാളെ കുടിച്ചപ്പം 10 പൈസക്ക് ഇല്ല ഉള്ളത് ഞാൻ പറയാലോ. അപ്പോൾ ഇവിടുത്തെ കരിമ്പ് ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിച്ചതിൻ്റെ മുന്നേ തന്നെ ഈ പണി കാണുമ്പോൾ തന്നെ നമ്മളെ നാട്ടിലത്തെ ആ റോഡ് സൈഡ് കിട്ടുന്ന ടേസ്റ്റ് നമുക്ക് കിട്ടുമോ എന്നുള്ളൊരു സംശയം നമുക്ക് ഇപ്പോഴേ ഉണ്ട് കേട്ടോ. അങ്ങനെ ഏതായാലും നമ്മളത് വാരി വലിച്ച് കുടിച്ച് അങ്ങനെ വരുന്ന വരെ കാത്തു നിൽക്കുക. അപ്പോൾ കേക്കൊക്കെ തിന്ന് കഴിഞ്ഞാൽ ചങ്ങായിമാട് പറഞ്ഞ് കേക്ക് വേണം എടുത്തോളൂ, നല്ല രസമുള്ള കേക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേക്കാട്ടോ. അത് ചിലവർക്ക് നമ്മൾ മലയാളത്തിനെല്ലാം ഇഷ്ടപ്പെടില്ല, അത് വേറെ കാര്യം. അങ്ങനെ ഏതായാലും മൂപ്പരൊക്കെ നല്ലോണം ഇളക്കി ഗ്ലാസ്സിലാക്കി ഒരു പാക്കറ്റ് ഗ്ലാസ്സിലാക്കി അവിടെ തരുമ്പോണ്ടല്ലോ ആ ഒരു കുടിച്ചാളൊരു ഫീലിംഗ് ഒക്കെ തന്നെ. അപ്പം ഞാൻ അത്യാവശ്യം തണുപ്പിട്ടാൽ മീഡിയം തണുപ്പിട്ടാൽ മതി ഞാൻ പറഞ്ഞിരിക്കണം കേട്ടോ. അപ്പം മൂപ്പരൊക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിരിക്കണേ. ഏതായാലും പറഞ്ഞൊക്കെ ശരിയാണ്. ആ സാധനം കണ്ട് പാർന്നം കണ്ട് നമ്മുടെ കജ്ജിലാണ്ട് തരുമ്പോണ്ടല്ലോ ആ ഒരു ഫീല് നമുക്ക് വേറെ തന്നെ കിട്ടും. പക്ഷേ നമ്മൾക്ക് ഫീല് പോവച്ചാൽ നമ്മൾ കായ് കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഫീല് പോകുള്ളൂ. തിന്നുന്ന കാര്യത്തിൽ നമുക്ക് ഫീലൊന്നും പോവില്ല. നമ്മളോട് വാരി വലിച്ച് കുടിച്ചൊക്കെ ചെയ്യും. പിന്നെ കായ് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു ഫീല് വരും. അത് വല്ലാത്തൊരു ഫീലാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴും പൈസ ഇങ്ങനെ ഉണ്ടായോണ്ട് നിൽക്കണം, എന്നാൽ തിന്നുകൊണ്ട് നിൽക്കുക, എന്നാൽ ലൈഫിലെ. അങ്ങനെ ഞാനത് നേരെ എടുത്തിട്ട് ഒറ്റ ബലിക്ക് പരിപാടി വെച്ചു. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇങ്ങനെ കുടിച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ തീരില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ആ കുപ്പിനെ മൂടി അങ്ങോട്ട് എടുക്കാനുള്ള പരിപാടിയാണ്. ഈ മൂടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് റാത്ത് കിട്ടൂല. എനിക്ക് അങ്ങനെയാണ്, സ്പൂണും മറ്റൊന്നും നമുക്ക് പറ്റൂല. അങ്ങനെ ഞാൻ വലിച്ചാണ്ട് പൊട്ടിച്ചിക്കണ്. ഞാൻ പൊട്ടിച്ചിട്ടുള്ള ഒറ്റ വലിയിലാണ് കുടിച്ച് തീർക്കുക എന്നുള്ളത് അമ്മക്കൊരു പറ്റുള്ളൂ. അങ്ങനെ ഞാൻ അങ്ങോട്ട് ഒരൊറ്റ വലിക്കാണ് കുടിച്ചു. മറ്റോലെ അവിടെ ഇങ്ങനെ സിപ്പായിട്ട് ഇങ്ങനെ കുടിച്ചിട്ടുണ്ട്. എപ്പോഴാ പോലെ സിപ്പ് കഴിയാന്ന് എനിക്കറിയില്ല, ഓലോട് തന്നെ ചോദിച്ചു നോക്കണം. സംഭവം എന്താ വെറൈറ്റി സംഭവം, നല്ല ടേസ്റ്റ് ഉണ്ട്. 5 റിയാലുള്ളൂ കേട്ടോ, നല്ല രസമുണ്ട് സംഭവം, അടിപൊളിയാണ് സംഭവം, നല്ല രസമുണ്ട്. സംസത്തിൻ്റെ മാതിരി തന്നല്ല, ഇതൊക്കെ ഭയങ്കര ടേസ്റ്റ്. കാരണം ഇങ്ങനത്തെ കരിമ്പ് ജ്യൂസ് മാത്രമല്ല അടുത്ത് പോയി കുടിച്ച് കഴിഞ്ഞാൽ നാട്ടിൽ കുറച്ച് ഏകദേശം നമുക്ക് ഫീലായിട്ട് കിട്ടും.